അതെ, മദ്യം കൈകൊണ്ട് തൊടാത്തവനെ പോലും മദ്യപിച്ചെന്ന് വരുത്തി തീർക്കുന്നവനാണോ നമ്മുടെ ചക്ക? ചക്കപ്പഴം ഇഷ്ടപ്പെടാത്തവരായിട്ട് നമ്മുടെ ഇടയിൽ ആരും തന്നെ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ ഉണ്ടായാൽ അത് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും. ചക്ക കഴിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചേക്കണേ, ചില അവസരങ്ങളിൽ നമുക്ക് പണി കിട്ടും. അങ്ങനെ പണി കിട്ടിയ ഒരു സംഭവം ഞാൻ പറയാം. സംഭവം നടക്കുന്നത് നമ്മുടെ പന്തളത്താണ്. പന്തളം KSRTC സ്റ്റാൻഡിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 3 ഡ്രൈവർമാരെ ഊതിച്ചപ്പോൾ ബ്രീത്ത് അനലൈസറിൽ മദ്യപിച്ചെന്ന് കണ്ടെത്തി. എന്നാൽ മദ്യപിച്ചിട്ടില്ലെന്ന് അവർ ആണയിട്ടു പറഞ്ഞു. വേണമെങ്കിൽ രക്തം പരിശോധിക്കാം എന്ന് ഉറപ്പ് പറഞ്ഞതോടെ ഊതിച്ചവരും പെട്ടു. കൂടെ ഉണ്ടായിരുന്നവരിൽ ആരോ ഒരാൾ കൊണ്ടുവന്ന നല്ലൊരു തേൻ വരിക്കൽ ഞങ്ങൾ കഴിച്ചുവെന്നും ചക്കയാണ് ഞങ്ങളെ ചതിച്ചുവെന്നുമായിരുന്നു ഇവരുടെ വാദം. എന്നാൽ ആ വാദം ശരിയായിരുന്നു. നമ്മുടെ ചക്ക തന്നെയാണ് വില്ലൻ. ചക്ക എങ്ങനെയാണ് മദ്യപിക്കാത്തവനെ വരെ മദ്യപിച്ചെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം. നല്ല മധുരമുള്ള പഴങ്ങൾ പഴക്കം മൂലം പൊളിച്ചാൽ അതിൽ ലഹരിയുടെ അംശം കാണും. ഫാക്ടോസ്, ഗ്ലൂക്കോസ് എന്നീ ഘടകങ്ങളാണ് പഴങ്ങൾ പൊളിക്കാൻ സഹായമാകുന്നത്. ഇതാകട്ടെ നമ്മുടെ ചക്കയിൽ ധാരാളമുണ്ട്. അപ്പോൾ ചക്ക കഴിക്കുമ്പോൾ ഇതുപോലെയുള്ള അവസരങ്ങളിൽ പണി കിട്ടാതെ ഒന്ന് സൂക്ഷിച്ചേക്കണേ. താങ്ക്